വേലുപാടം പാടശേഖരത്തിലെ നെല്ല് സംഭരിക്കാൻ സപ്ലൈകോ ഒടുവിൽ തയ്യാറായി. നടപടി TCV വാർത്തയെ തുടർന്ന്. ഏറെ വിവാദങ്ങൾക്കും സുപ്രീംകോടതി വരെയുള്ള നിയമ പോരാട്ടങ്ങൾക്കുമൊടുവിൽ ഗുരുവായൂർ അർബൻ ബാങ്ക് തെരഞ്ഞെടുപ്പ് ഞായറാഴ്ച. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കനത്ത പോലീസ് ബന്ദോബസ്ത്. പുലിഭീതിയിൽ പാലപ്പിള്ളി പുലിക്കണ്ണിയിൽ ജനവാസ മേഖലയിൽ പുലി ഇറങ്ങി ആടിനെ കൊന്നു. PACL സ്ഥാപനത്തിന്റെ നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകണമെന്ന സുപ്രീംകോടതി ഉത്തരവ് 3 വർഷമായിട്ടും നടപ്പിലായില്ല. 3.5 കോടിയോളം നിക്ഷേപകർക്ക് കമ്പനി നൽകേണ്ടത് 50,000 കോടിയോളം രൂപ. നമസ്കാരം. വേലുപാടം പാടശേഖരത്തിലെ നെല്ല് സംഭരിക്കാൻ നടപടിയായി. TCV വാർത്തയെ തുടർന്നാണ് നടപടി. കൊയ്ത്ത് കഴിഞ്ഞ് ഒരാഴ്ചയായിട്ടും സംഭരിക്കാതിരുന്ന വേലുപാടം പാടശേഖരത്തിലെ ടൺ കണക്കിന് നെല്ല് സംഭരിക്കാൻ സപ്ലൈകോ നടപടിയെടുത്തു. തിങ്കളാഴ്ച രാവിലെ സപ്ലൈകോ ചുമതലപ്പെടുത്തിയ മില്ലുടമകൾ പാടശേഖരത്തിലെ എല്ലാ കർഷകരുടെയും നെല്ല് സംഭരിക്കും. TCV വാർത്തയെ തുടർന്നാണ് നടപടി. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ജില്ലാ സപ്ലൈകോ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം 2 ജീവനക്കാർ പാടശേഖരത്തിൽ നേരിട്ടെത്തിയാണ് കർഷകർക്ക് ഇത് സംബന്ധിച്ച് ഉറപ്പ് നൽകിയത്. പാടത്ത് നിരത്തിയിട്ടിരിക്കുന്ന നെല്ല് ചാക്കുകളിലാക്കാനും ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി. വരന്തുരപ്പള്ളി പഞ്ചായത്ത് അംഗങ്ങളായ കൃഷ്ണൻകുട്ടി പൊട്ടനാട്ട്, ബിന്ദുപ്രിയൻ, കൃഷി ഓഫീസർ ഡോക്ടർ S. സ്വപ്ന എന്നിവരും പാടശേഖരത്തിലെത്തിയിരുന്നു. ഓരോ കർഷകരുടെയും നെല്ല് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. പരിശോധനയിൽ നെല്ലിൽ ഈർപ്പമുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞത് കർഷകരുമായി തർക്കത്തിനിടയാക്കി. 2 മണിക്കൂർ നീണ്ട തർക്കത്തിനൊടുവിൽ മുകൾ തട്ടിലെ നെല്ല് ചാക്കുകളിലാക്കാനും മറ്റുള്ളവ തിങ്കളാഴ്ച വരെ ഉണക്കാനും തീരുമാനമെടുക്കുകയായിരുന്നു. ഒരാഴ്ചയായി പാടത്തിട്ട് ഉണക്കിയ നെല്ലിൽ ഈർപ്പമുണ്ടെന്ന് പറഞ്ഞ് നെല്ല് സംഭരിക്കാതിരിക്കാനുള്ള ഉദ്യോഗസ്ഥരുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ഒരു കൂട്ടം കർഷകർ നെല്ല് കത്തിക്കാൻ തീരുമാനിച്ചു. പിന്നീട് ഉദ്യോഗസ്ഥർ തന്നെ ഇടപെട്ടാണ് കർഷകരെ ശാന്തരാക്കിയത്. പാടശേഖര സമിതിയിലെ ഭൂരിഭാഗം കർഷകരും സ്ഥലത്തെത്തിയിരുന്നു. TCV ന്യൂസ്, പുതുക്കാട്. ഏറെ വിവാദങ്ങൾക്കും സുപ്രീംകോടതി വരെയുള്ള നിയമ പോരാട്ടങ്ങൾക്കുമൊടുവിൽ ഗുരുവായൂർ അർബൻ ബാങ്ക് തെരഞ്ഞെടുപ്പ് ഞായറാഴ്ച. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കനത്ത പോലീസ് കാവലിലായിരിക്കും തെരഞ്ഞെടുപ്പ്. രാവിലെ 9 മുതൽ 3 വരെ പടിഞ്ഞാറ് നടയിലെ ഹെഡ് ഓഫീസിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. വൈകിട്ടോടെ ഫലമറിയും. ദീർഘകാലമായി UDF ആണ് ബാങ്ക് ഭരിക്കുന്നത്. A. വേണുഗോപാൽ ചെയർമാനായിരുന്ന കഴിഞ്ഞ ഭരണസമിതി നിയമനത്തിന് കോഴ വാങ്ങിയെന്ന ആരോപണം നേരിട്ടതിനെ തുടർന്ന് കോൺഗ്രസിൽ വിഭാഗീയത ഉടലെടുത്തിരുന്നു. UDF ഔദ്യോഗിക വിഭാഗത്തിനു പുറമെ വിമത പാനലും മത്സര രംഗത്തുണ്ട്. നഗരസഭാ കൗൺസിലർമാർ അടക്കമുള്ള ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരുടെ പിന്തുണയോടെ ഇടതുപക്ഷം നേതൃത്വം നൽകുന്ന സഹകരണ സംരക്ഷണ ജനാധിപത്യ മുന്നണിയും മത്സര രംഗത്ത് സജീവമാണ്. ഡിസംബർ 30-ന് നടക്കേണ്ടിയിരുന്ന തെരഞ്ഞെടുപ്പ് കോഴിക്കോട് ആർബിട്രേഷൻ കോടതി സ്റ്റേ ചെയ്യുകയായിരുന്നു. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ച് സഹകരണ സംരക്ഷണ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി TT ശിവദാസൻ നൽകിയ പരാതിയെ തുടർന്നായിരുന്നു സ്റ്റേ. ഇതിനെതിരെ ബാങ്ക് ഭരണസമിതി ഹൈക്കോടതിയെ സമീപിക്കുകയും ഫെബ്രുവരി 3-ന് തെരഞ്ഞെടുപ്പ് നടത്താൻ വിധി സമ്പാദിക്കുകയുമായിരുന്നു. എന്നാൽ കാലാവധി തീരുന്നതിന് 1 ദിവസം മുമ്പ് വന്ന വിധിയെ തുടർന്ന് ബാങ്ക് ജനുവരി 12 മുതൽ അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിലായി. തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് സഹകരണ സംരക്ഷണ മുന്നണി സുപ്രീംകോടതിയെ സമീപിച്ചെങ്കിലും ഹർജി തള്ളുകയായിരുന്നു. കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത തർക്കം DCC പ്രസിഡന്റിന്റെ കോലം കത്തിക്കലിൽ കലാശിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഒരു കോൺഗ്രസ് കൗൺസിലറെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും 3 പേർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. അതേസമയം ഗുരുവായൂർ അർബൻ ബാങ്കിൽ നിയമനത്തിന് കോഴ വാങ്ങിയെന്ന ആരോപണം നേരിടുന്നവരുടെ വിശദാംശങ്ങളടങ്ങിയ നോട്ടീസ് വ്യാപകമായി പ്രചരിക്കുന്നതായും പരാതിയുണ്ട്. OKR മേനോൻ സ്മാരക കൂട്ടായ്മയുടെ പേരിലാണ് നോട്ടീസ് പ്രചരിക്കുന്നത്. TCV ന്യൂസ്, ഗുരുവായൂർ. പുലിഭീതിയിൽ പാലപ്പിള്ളി പുലിക്കണ്ണിയിൽ ജനവാസ മേഖലയിൽ പുലി ഇറങ്ങി ആടിനെ കൊന്നു. പുലിക്കണ്ണി കൊച്ചുപുരിക്കൽ മാത്യുവിന്റെ ആടിനെയാണ് പുലി കൊന്നത്. ശനിയാഴ്ച പുലർച്ചെയാണ് സംഭവം. വീടിനോട് ചേർന്നുള്ള കൂട്ടിൽ കെട്ടിയിട്ടിരുന്ന ആടിനെയാണ് പുലി പിടിച്ചത്. ശബ്ദം കേട്ട് വീട്ടുകാർ എത്തുമ്പോഴേക്കും പുലി രക്ഷപ്പെട്ടു. സമീപത്തെ വീടിന്റെ പുറത്തുള്ള ഉപയോഗശൂന്യമായ ശുചിമുറിയിൽ പുലി കയറിയതായി കണ്ടെത്തി. ആടിന്റെ ചോര ശുചിമുറിക്കുള്ളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ആടിനെ കൊന്നതിന് ശേഷം പുലി സമീപത്തെ വീട്ടിലെ പട്ടിയെ ആക്രമിക്കാൻ വന്നതാണെന്ന് കരുതുന്നു. പട്ടിക്കൂടിന് സമീപത്തും ആടിനെ കൊന്നുതിന്ന സ്ഥലത്തും പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ചുറ്റിലും വീടുകളുള്ള പ്രദേശത്താണ് പുലി ഇറങ്ങിയത്. ജനവാസ കേന്ദ്രങ്ങളിൽ പുലി ഇറങ്ങിയതോടെ നാട്ടുകാർ ഭീതിയിലാണ്. കഴിഞ്ഞ ഞായറാഴ്ച പുലിക്കണ്ണി ജുമാ മസ്ജിദിന് സമീപം നാട്ടുകാർ പുലിയെ കണ്ടെത്തിയിരുന്നു. സമീപത്തെ കാട്ടിൽ നിന്നോ പുഴയിലൂടെ നീന്തിയോ ആകാം പുലി ജനവാസ കേന്ദ്രത്തിൽ എത്തിയതെന്നാണ് കരുതുന്നത്. ആടിനെ കൊന്ന സ്ഥിതിക്ക് ഇനിയും പുലി വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പാലപ്പിള്ളി റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. TCV ന്യൂസ്, പുതുക്കാട്. സെബി ഇടപെട്ട് സാമ്പത്തിക ഇടപാടുകൾ മരവിപ്പിച്ച PACL സ്ഥാപനത്തിന്റെ നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകണമെന്ന സുപ്രീംകോടതി ഉത്തരവ് 3 വർഷമായിട്ടും നടപ്പിലായില്ല.
6 മാസത്തിനകം പണം തിരിച്ചു കിട്ടണമെന്ന സുപ്രീം കോടതിയുടെ ഉത്തരവ് നടപ്പിലാക്കി കിട്ടാൻ തുടർ സമരത്തിന്റെ പാതയിലാണ് PACL ഫീൽഡ് വർക്കേഴ്സ് യൂണിയൻ. 1956 കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തതാണ് പേൾസ് അഗ്രോടെക് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന PACL. ഇന്ത്യയിലും വിദേശത്തുമായി 2.25 കോടിയോളം രൂപയുടെ ആസ്തി. കമ്പനിയുടെ വിവിധ പദ്ധതികളിലായി 354 ലക്ഷത്തോളം നിക്ഷേപകരും 53 ലക്ഷത്തോളം ഫീൽഡ് വർക്കർമാരും. ഡൽഹിയിലായിരുന്നു ഹെഡ് ഓഫീസ്. കാർഷികം, പാർപ്പിടം, IT, വിദ്യാഭ്യാസം ഉൾപ്പെടെ വിവിധ മേഖലകളിലെ പദ്ധതികൾക്കായി ജനങ്ങളിൽ നിന്നും കമ്പനി നിക്ഷേപം സ്വീകരിച്ചു. 12% ലാഭവിഹിതത്തോടെ 6 വർഷത്തിനകം തുക തിരിച്ചു നൽകുന്ന പ്രവർത്തനമാണ് PACL കമ്പനി വാഗ്ദാനം ചെയ്തത്. ഇന്റർനാഷണൽ എക്സലൻസ് അവാർഡ് ഉൾപ്പെടെ കമ്പനി നേടി. സാമ്പത്തിക നിയമത്തിലെ കളക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം പ്രകാരം നിക്ഷേപം സ്വീകരിക്കൽ അടക്കമുള്ള സാമ്പത്തിക ഇടപാടുകൾ PACL കമ്പനിക്കെതിരെ പിന്നീട് ചുമത്തപ്പെട്ടു. തുടർന്ന് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന SEBI കമ്പനിയുടെ ഇടപാടുകൾ മരവിപ്പിച്ചു. പ്രവർത്തനം നിലച്ചതോടെ ലക്ഷക്കണക്കിന് ഫീൽഡ് വർക്കർമാർ പെരുവഴിയിലായി. ഏറിയ പങ്കും വീട്ടമ്മമാരായിരുന്നു ഫീൽഡ് വർക്കർമാർ. ടോട്ടൽ കൊടുക്കാനുള്ളത് 3.5 കോടി കസ്റ്റമേഴ്സിന് ഓൾറെഡി ഇനി മെച്യൂരിറ്റി എമൗണ്ട് തിരിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ കൊടുത്തു തീർക്കുകയാണെങ്കിൽ ഒരു 2 തലമുറ കഴിഞ്ഞാൽ പോലും PACL ഫണ്ട് കസ്റ്റമേഴ്സിന് കിട്ടില്ല. അതിനെന്തെങ്കിലും പരിഹാരം ഒന്നുമില്ല കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ടോ അല്ലെങ്കിൽ സുപ്രീം കോടതി വീണ്ടും ഒരു ഉത്തരവിട്ടോ അതും അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് ആയിട്ടോ ഏത് രീതിയിലാണെങ്കിലും ഞങ്ങൾക്കിത് നേടിയെടുത്തേ പറ്റുള്ളൂ. 3 വർഷത്തിന് മുൻപ് അവിടെ ചില നിയമപരമായ രീതിയിലല്ല ഈ കമ്പനി പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സ്റ്റേ വന്നതാണ്. അതിനുശേഷമാണ് ഇതിങ്ങനെ ഇതായത്. ആ സ്റ്റേ വന്ന് അത് സുപ്രീം കോടതി അതിന് വിധിയിട്ട് നമുക്ക് ആ പൈസ കൊടുത്തു തീർക്കാനായിട്ട് SEBIയാണ് അതിനെ തടഞ്ഞത്. ഇതിനിടെ 2016 ഫെബ്രുവരി 2-ന് സുപ്രീം കോടതി ഉത്തരവ് വന്നു. PACL കമ്പനിയുടെ ഇടപാടുകാർക്കുള്ള പണം 6 മാസത്തിനകം തിരിച്ചു കൊടുക്കണമെന്നതായിരുന്നു ഉത്തരവ്. 3.5 കോടിയോളം നിക്ഷേപകർക്ക് നൽകേണ്ടത് 50,000 കോടിയോളം രൂപ. ഇതിനായി റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് RM ലോധ ചെയർമാനായുള്ള കമ്മിറ്റിയും നിലവിൽ വന്നു. ഇതിനകം ലഭിച്ചത് 1,05,000-ഓളം പേർക്ക്. പണം തിരിച്ചു കിട്ടാൻ കാലതാമസമായതോടെ ഫീൽഡ് വർക്കർമാർക്കെതിരെ ബന്ധുക്കളായ നിക്ഷേപകരും തിരിഞ്ഞു. വീടിന് പുറത്തിറങ്ങാൻ പോലും കഴിയാതെ നിരാശയിലാണ് ഫീൽഡ് വർക്കർമാർ. നിക്ഷേപകർക്കുള്ള പണം തിരിച്ചു കൊടുക്കണമെന്ന സുപ്രീം കോടതിയുടെ ഉത്തരവ് നടപ്പിലാക്കാൻ SEBIയുടെ അടിയന്തര ഇടപെടലിനായുള്ള സമരത്തിലാണ് CITU ഫീൽഡ് വർക്കേഴ്സ് യൂണിയൻ. TCV തൃപ്രയാർ. ക്വാറിയിൽ കാൽവഴുതി വീണ് വിദ്യാർത്ഥിനി മരിച്ചു. വെട്ടുകാട് മുണ്ടേങ്ങാട്ട് നൌഷാദിന്റെ മകൾ 16 വയസ്സുള്ള നഹലയാണ് മരിച്ചത്. പന്നിശ്ശേരിയിൽ വിരുന്നെത്തിയ കുടുംബാംഗങ്ങൾക്കൊപ്പം സമീപത്തുള്ള ക്വാറി കാണാനെത്തിയതായിരുന്നു നഹല. ഇതിനിടെ പിതാവ് നൌഷാദ് കുളിക്കാനായി ഇറങ്ങി. ക്വാറിയിലേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് നിന്നിരുന്ന സംഘത്തിലുണ്ടായിരുന്ന നഹല അബദ്ധത്തിൽ കാൽ വഴുതി വീഴുകയായിരുന്നു. നൌഷാദിന്റെയും കൂടെയുണ്ടായിരുന്നവരുടെയും നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ വിവരം അറിയിച്ചതനുസരിച്ച് ഗുരുവായൂരിൽ നിന്നും കുന്നുകുളത്ത് നിന്നും ഫയർഫോഴ്സും ഗുരുവായൂർ പോലീസും സ്ഥലത്തെത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. തൃശൂർ CMS സ്കൂളിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനിയാണ് നഹല. കാട്ടുപന്നികളുടെ ശല്യത്തിൽ നിന്ന് വാഴകൃഷിയെ സംരക്ഷിക്കുന്നതിന് പുതിയ പരീക്ഷണവുമായി കർഷകർ രംഗത്ത്. വാഴകളുടെ ചുവട്ടിൽ തലമുടി നിക്ഷേപിച്ചുകൊണ്ടുള്ള പുതിയ വിദ്യയാണ് മലയോര കർഷകർ കാട്ടുപന്നികളെ പ്രതിരോധിക്കാനായി പ്രയോഗിക്കുന്നത്. മറ്റത്തൂർ പഞ്ചായത്തിലെ മലയോര പ്രദേശങ്ങളിൽ കാട്ടുപന്നിയുടെ ശല്യം മൂലം കർഷകർ പൊറുതിമുട്ടുകയാണ്. രാത്രിയിൽ കൂട്ടമായി ഇറങ്ങുന്ന പന്നിക്കൂട്ടം കൃഷിയിടങ്ങളിൽ നട്ടുവളർത്തുന്നതെല്ലാം കുത്തിമറിച്ചിട്ട് തിന്നു നശിപ്പിക്കുകയാണ് പതിവ്. വാഴ, നെല്ല്, കപ്പ, കൂർക്ക തുടങ്ങി എല്ലാത്തരം കൃഷികളും പന്നികൾ നശിപ്പിക്കുന്നുണ്ട്. ഇവയുടെ ശല്യം തടയുന്നതിനായി കർഷകർ പരീക്ഷിക്കാത്ത മാർഗങ്ങളില്ല. കൃഷിത്തോട്ടങ്ങളിൽ രാത്രി മുഴുവൻ റേഡിയോയിൽ പാട്ടുവെച്ചും ഓട്ടോമാറ്റിക് LED ബൾബുകൾ പ്രകാശിപ്പിച്ചും പന്നികളെ അകറ്റാൻ ശ്രമം നടത്തുന്നുണ്ട്. ആദ്യമൊക്കെ ഇത് വിജയകരമായിരുന്നെങ്കിലും പിന്നീട് ഇത് ഏൽക്കാതെയായി. ഇത്തരം സാഹചര്യത്തിലാണ് കൃഷിത്തോട്ടത്തിൽ തലമുടി വിതറി പന്നികളെ തടയുന്ന പരീക്ഷണം കർഷകർ നടത്തി നോക്കിയത്. തലമുടി പ്രയോഗം തികച്ചും ഫലപ്രദമാണെന്ന് ചൊക്കനയിൽ വാഴകൃഷി ചെയ്തിട്ടുള്ള മുരുക്കുങ്ങൽ സ്വദേശി പൈലി ചെറ്റക്കൽ പറഞ്ഞു. ബാർബർ ഷോപ്പിൽ നിന്ന് മുടിയൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് വാഴയുടെ കടക്കി ഇടുമ്പോൾ അതിന് കുറച്ച് കുറവ് കിട്ടാറുണ്ട്. എന്നാൽ വളരെ കുറച്ച് നല്ല മാറ്റം തന്നെ ഉണ്ടാവാറുണ്ട്. ഈ റേഡിയോ വയ്ക്കുന്നതിലും നെറ്റ് ഇടുന്നതിലും ഒക്കെ വളരെ വ്യത്യാസത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ മുടി വിജയമാണ്. കാർഷിക വിളകൾ നട്ടുവളർത്തുന്നതിനേക്കാൾ ബുദ്ധിമുട്ട് ഇപ്പോൾ കൃഷിയെ കാട്ടുമൃഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനാണെന്ന് കർഷകർ പറയുന്നു. വാഴച്ചുവട്ടിൽ തലമുടി വിതറി കാട്ടുപന്നികളുടെ ശല്യം ഫലപ്രദമായി തടയാമെന്ന് മനസ്സിലാക്കിയതോടെ ഈ സൂത്രവിദ്യ കൂടുതൽ കർഷകർ പ്രയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. TCV ന്യൂസ്, കൊടകര. ചാവക്കാട് പുന്നയൂർ പഞ്ചായത്തിൽ കടന്നലുകൾ യാത്രക്കാർക്ക് പേടി സ്വപ്നമായി മാറുന്നു.
പുന്നയൂർ പഞ്ചായത്തിൽ മിനി സെന്ററിന് സമീപം 2 ദിവസങ്ങളിലെ 12ഓളം പേർക്കാണ് കടന്നൽ കുത്തേറ്റത്. മിനി സെന്റർ കോലയിൽ ബഷീർ മകൻ ഇർഫാൻ, പൊന്നാശ്ശേരി രമേശ് എന്നിവർക്കാണ് ശനിയാഴ്ച കുത്തേറ്റത്. സാരമായി പരിക്കേറ്റ ഇർഫാനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മിനി സെന്ററിലേക്ക് പോകുകയായിരുന്ന ഇർഫാനെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കടന്നലുകളാണ് ആക്രമിച്ചത്. ദേഹമാസകലം കുത്തേറ്റ ഇർഫാൻ ഓടി തൊട്ടടുത്തുള്ള കുളത്തിൽ ചാടുകയായിരുന്നു. നാട്ടുകാരാണ് ഇർഫാനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം മുൻ DCC പ്രസിഡന്റ് ഒ. അബ്ദുറഹ്മാൻ കുട്ടി ഉൾപ്പെടെ 10ഓളം പേർക്ക് കടന്നൽ കുത്തേറ്റിരുന്നു. കടന്നൽക്കൂട് നശിപ്പിക്കാൻ പഞ്ചായത്ത് അധികൃതർ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. മറ്റു വാർത്തകൾ ഇടവേള കഴിഞ്ഞ്. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. മധ്യകേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന മദിക്കുന്ന് ക്ഷേത്രത്തിലെ പൊങ്കാല നടതുറപ്പ് മഹോത്സവം ഭക്തിസാന്ദ്രമായി. ക്ഷേത്ര മേൽശാന്തി കൃഷ്ണൻ നമ്പൂതിരി പണ്ടാര അടുപ്പിൽ തീ പടർന്നതോടെ ആയിരക്കണക്കിന് ഭക്തർ ദേവിക്ക് പൊങ്കാലയിട്ടു. ചലച്ചിത്രതാരം രചന നാരായണൻകുട്ടി ആദ്യ പൊങ്കാല സമർപ്പണം നടത്തി. രക്ഷാധികാരി TS അനന്തരാമൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് C. ലതിക, ഡോക്ടർ സുന്ദർ മേനോൻ എന്നിവർ പങ്കെടുത്തു. ക്ഷേത്രം പ്രസിഡന്റ് AVN മോഹനൻ, സെക്രട്ടറി മണികണ്ഠൻ, തുട്ടിപ്പറമ്പിൽ, കൺവീനർ മനോജ് ചേറായി എന്നിവർ നേതൃത്വം നൽകി. BJPയുടെ നേതൃത്വത്തിൽ മറ്റത്തൂർ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിൽ 2016-17 വർഷത്തിൽ സ്പിൽ ഓവറായതും 2017-18 സാമ്പത്തിക വർഷങ്ങളിൽ ടെൻഡർ ചെയ്യപ്പെട്ടതുമായ ടാറിംഗ് വർക്കുകൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്യാതെ അലംഭാവം കാണിക്കുന്ന കോൺട്രാക്ടർമാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ചായിരുന്നു BJP മറ്റത്തൂർ പഞ്ചായത്ത് സമിതിയുടെ ആഭിമുഖ്യത്തിൽ മറ്റത്തൂർ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചത്. മാർച്ച് മാസത്തിനകം പണി പൂർത്തീകരിച്ചില്ലെങ്കിൽ ഫണ്ട് പൂർണ്ണമായും ലാപ്സായി പോകുമെന്ന് BJP നേതാക്കൾ പറഞ്ഞു. പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീധരൻ കളരിക്കൽ, CB ഗിനീഷ്, സന്ധ്യ സജീവൻ, BJP നേതാക്കളായ PB ബിനോയ്, സത്യൻ ഏരിമേൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരാഴ്ചയ്ക്കകം വീഴ്ച വരുത്തിയ കരാറുകാർക്ക് നോട്ടീസ് നൽകി നിയമ നടപടികൾ സ്വീകരിക്കാമെന്ന് സെക്രട്ടറി ഉറപ്പു നൽകിയതായി പഞ്ചായത്ത് അംഗം ശ്രീധരൻ കളരിക്കൽ അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പട്ടികജാതി ഫണ്ട് വകമാറ്റി ചെലവഴിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് ഗുരുവായൂരിൽ നടന്ന കേരള സ്റ്റേറ്റ് വേട്ടുവ മഹാസഭ ചാവക്കാട് താലൂക്ക് വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് KK ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി PK കരുണാകരൻ മുഖ്യപ്രഭാഷണം നടത്തി. താലൂക്ക് പ്രസിഡന്റ് KS വിജയൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി MV കൃഷ്ണൻ, AS മുരുകേശൻ, രവീന്ദ്രൻ പുത്താമ്പുള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ഒരുമനയൂരിൽ വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ജീവനക്കാരെ തടഞ്ഞു. കരുവന്നൂർ കുടിവെള്ള പൈപ്പ് ലൈൻ തകരാർ പരിഹരിക്കാനായി ഒരുമനയൂർ എത്തിയ ജീവനക്കാരെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആഷിത കുണ്ടിയത്തിന്റെ നേതൃത്വത്തിൽ തടഞ്ഞത്. വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് ലൈൻ തകരാറായിട്ട് മാസങ്ങളായി. എന്നാൽ നാളിതുവരെയായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നിരുന്നില്ല. ഇതേ തുടർന്നാണ് മാസങ്ങൾക്ക് ശേഷം അറ്റകുറ്റപ്പണിക്കെത്തിയ ജീവനക്കാരെ തടഞ്ഞത്. ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തി വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. വൈസ് പ്രസിഡന്റ് ലീന സജീവൻ, മെമ്പർമാരായ ജാഷിറ ജംഷീർ, നാസർ, നളിനി ലക്ഷ്മണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കരുവന്നൂർ കുടിവെള്ള പദ്ധതിക്കായി സ്ഥാപിച്ച പുതിയ പൈപ്പുകൾ പൊട്ടിയ സംഭവത്തിൽ താലൂക്ക് വികസന സമിതി യോഗത്തിൽ രൂക്ഷ വിമർശനം. പൈപ്പുകൾ സ്ഥാപിച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ പൈപ്പ് തകർന്നതിന് പിന്നിൽ അഴിമതിയുണ്ടെന്നാണ് താലൂക്ക് വികസന സമിതിയിൽ വിമർശനമുയർന്നത്. പൈപ്പിടൽ സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും യോഗത്തിൽ ആവശ്യമുണർന്നു. ഒരുമനയൂർ മേഖലയിൽ പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് ഒരുമനയൂർ പഞ്ചായത്ത്, ഗുരുവായൂർ നഗരസഭാ പ്രദേശങ്ങളിൽ കുടിവെള്ള വിതരണം മുടങ്ങിയിരുന്നു. വിസർജ്യ മാലിന്യങ്ങൾ റോഡരികിൽ തള്ളുന്നവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. എളവള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TD സുനിൽ അധ്യക്ഷത വഹിച്ചു. തഹസിൽദാർ P പുഷ്പലത, അഡീഷണൽ തഹസിൽദാർ CM ജോൺസൺ, ഡെപ്യൂട്ടി തഹസിൽദാർ പ്രശാന്ത് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ചേലക്കര നാട്യഞ്ചിറയിൽ വീട്ടിൽ നിന്ന് 70 ലിറ്റർ വാഷും 2 ലിറ്റർ ചാരായവും മറ്റു ഉപകരണങ്ങളും പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് നാട്യഞ്ചിറ കറുവച്ചാൽ മാങ്കോട്ടിൽ വീട്ടിൽ പാറുണ്ണിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ജോലി വാഗ്ദാനം ചെയ്ത് യുവതിയെ പീഡിപ്പിച്ച പരാതിയിൽ മധ്യവയസ്കനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കഞ്ചേരി പരുത്തിപ്പാറ സ്വദേശി അരങ്ങൻപറമ്പിൽ അക്ബറിനെയാണ് കുന്നംകുളം CI KG സുരേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തത്. 2 മാസം മുൻപാണ് കേസിനാസ്പദമായ സംഭവം. ജോലി നൽകാമെന്ന് പറഞ്ഞ് കുന്നംകുളത്തെ ഹോട്ടലിലേക്ക് വിളിപ്പിക്കുകയും പിന്നീട് നഗരത്തിലെ ലോഡ്ജ് മുറിയിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. ASI ഗോപിനാഥ്, പോലീസുകാരായ ബാബു, സാജി P ജോർജ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു.
കഴിഞ്ഞ ദിവസം അന്തരിച്ച പ്രശസ്ത നാടകകൃത്തും ചിത്രകാരനുമായ തുപ്പേട്ടൻ എന്ന് വിളിക്കുന്ന എം സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിൽ നടന്നു. ഡോക്ടർ പി കെ ബിജു എം പി, യു ആർ പ്രദീപ് എം എൽ എ, കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി എൻ രാധാകൃഷ്ണൻ നായർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ രാധാകൃഷ്ണൻ, പനാൽ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ വെട്ടത്ത്, സിപിഐഎം ഏരിയ സെക്രട്ടറി എം മുരളി, കവി രാവുണ്ണി, രംഗചേതന ഡയറക്ടർ കെ വി ഗണേഷ് തുടങ്ങി നിരവധി പ്രമുഖർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ബി.ജെ.പി. കിസാൻ മോർച്ചയുടെ സമ്പൂർണ്ണ സംസ്ഥാന സമിതി യോഗം തൃശൂരിൽ നടന്നു. ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എ എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കിസാൻ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജയസൂര്യൻ അധ്യക്ഷത വഹിച്ചു. ദേശീയ സെക്രട്ടറി പി സി മോഹനൻ, ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് എ നാഗേഷ്, പി ആർ മുരളീധരൻ, സി കെ ബാലകൃഷ്ണൻ, എ ആർ അജിഘോഷ് തുടങ്ങിയവർ സംസാരിച്ചു. കുന്നത്തങ്ങാടി നാലാംകല്ലിൽ ബസ്സുകളും ഓട്ടോയും കൂട്ടിയിടിച്ച് 7 പേർക്ക് പരിക്കേറ്റു. തൃശൂർ കാഞ്ഞാണി സംസ്ഥാനപാതയിൽ നാലാംകല്ല് സെന്ററിലാണ് അപകടം. തൃശൂരിൽ നിന്നും കാഞ്ഞാണി ഭാഗത്തേക്ക് വന്നിരുന്ന ബസ്സുകളാണ് ഇടിച്ചത്. നാലാംകല്ല് സ്റ്റോപ്പിൽ നിർത്തി ആളെ കയറ്റിയിരുന്ന ബസ്സിനെ മറികടക്കാനുള്ള ശ്രമത്തിനിടയിലാണ് എടക്കളത്തൂർ എന്ന ബസ് എതിരെ വന്ന ഓട്ടോയിലിടിച്ച ശേഷം നിർത്തിയിട്ട ബസ്സിലിടിച്ചത്. ബസ് അമിത വേഗതയിലായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. ഓട്ടോയിലുണ്ടായിരുന്ന 3 സ്ത്രീകൾക്ക് പരിക്കേറ്റു. ഒരാൾ റോഡിലേക്ക് തെറിച്ചു വീണു. സംഭവം കണ്ട് ഭയന്ന ഓട്ടോ ഡ്രൈവർ പ്രിയൻ തലകറങ്ങി വീണു. ബസ്സിലുണ്ടായിരുന്ന 4 സ്ത്രീകൾക്ക് പരിക്കേറ്റു. വെളുത്തൂർ താണിക്കൽ വീട്ടിൽ ലൂസിക്ക് തലയ്ക്ക് പരിക്കേറ്റു. അപകടത്തിനിടയാക്കിയ ബസ് അന്തിക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാഞ്ഞാണിയിൽ 2 വ്യത്യസ്ത അപകടങ്ങളിൽ 3 പേർക്ക് പരിക്ക്. ഒരാളുടെ നില ഗുരുതരം. കാഞ്ഞാണി പെട്രോൾ പമ്പിന് സമീപം സ്കൂട്ടറിൽ ബൈക്കിടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് പരിക്കേറ്റു. വടക്കേ കാരമുക്ക് വെള്ളിയിൽ വീട്ടിൽ ജിനോയിക്കാണ് പരിക്കേറ്റത്. ജീപ്പിനെ മറികടക്കുന്നതിനിടയിൽ ബാലൻസ് തെറ്റി ജീപ്പിലിടിച്ച് സ്കൂട്ടർ മറിയുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. മറ്റൊരു അപകടത്തിൽ സ്കൂട്ടർ ഇടിച്ച് വഴിയാത്രക്കാരിക്ക് പരിക്കേറ്റു. അന്തിക്കാട് സ്വദേശിനി ലില്ലിക്കാണ് പരിക്ക്. സ്കൂട്ടർ ഓടിച്ചിരുന്ന കാഞ്ഞാണി കനാൽ പാലത്തിന് സമീപം തൃപ്പത്തൂർ വീട്ടിൽ ബാബുവിനെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ അമിതമായി മദ്യപിച്ചിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. പുതുക്കാട് സ്റ്റാൻഡിന് മുന്നിൽ കെ.എസ്.ആർ.ടി.സി ബസ്സും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ 2 പേർക്ക് പരിക്കേറ്റു. കോയമ്പത്തൂർ സ്വദേശികളായ മനീഷ്, സ്റ്റാൻലി എന്നിവർക്കാണ് പരിക്കേറ്റത്. ചാലക്കുടി ഭാഗത്തു നിന്നും വന്നിരുന്ന ബസ് അശ്രദ്ധമായി സ്റ്റാൻഡിലേക്ക് പ്രവേശിച്ചതാണ് അപകട കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. നിരപരാധികളായ ഇടവകക്കാരെ അറസ്റ്റ് ചെയ്ത് കള്ളക്കേസ് എടുത്തുവെന്നാരോപിച്ച് തിരൂർ ജനകീയ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. തിരൂർ സെന്റ് തോമസ് പള്ളിക്ക് മുന്നിൽ നടന്ന പ്രതിഷേധ സമരത്തിൽ വികാരി ഫാദർ ഡേവിസ് പനംകുളം, സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ വർഗീസ് തരകൻ, ഫാദർ ജെറി ചൂണ്ടൽ, ജനകീയ സംരക്ഷണ സമിതി കൺവീനർ എൻ എ സാബു, പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. തിരുനാളിന് പള്ളിക്ക് മുന്നിലുണ്ടായ സംഘർഷത്തിൽ അറസ്റ്റിലായ 6 ഇടവകാംഗങ്ങൾ ഇപ്പോൾ റിമാൻഡിലാണ്. പുറമെ നിന്നെത്തിയ ആളുകൾ നടത്തിയ ആക്രമണത്തിന്റെ പേരിൽ നിരപരാധികളായ ഇടവകാംഗങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തുവെന്ന് ആരോപിച്ചാണ് പ്രതിഷേധ കൂട്ടായ്മ നടത്തിയത്. പെരുമ്പള്ളിശ്ശേരി സിവിൽ സ്റ്റേഷന് സമീപം ബസ്സിടിച്ച് വയോധികന് പരിക്കേറ്റു. ആനക്കല്ല് ചെറുവത്തേരി വാരിയത്ത് കെ വി രാമു വാര്യർക്കാണ് പരിക്കേറ്റത്. ഇരിങ്ങാലക്കുടയിൽ നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സാണ് ഇടിച്ചത്. സിവിൽ സ്റ്റേഷന് സമീപത്തെ സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിലായിരുന്നു അപകടം. ഇരിങ്ങാലക്കുട ഭാഗത്തുനിന്നും അമിത വേഗത്തിൽ വന്ന ബസ് മറ്റൊരു വാഹനത്തെ മറികടക്കുമ്പോഴാണ് വയോധികനെ ഇടിച്ചത്. അപകടത്തെ തുടർന്ന് റോഡിലേക്ക് തെറിച്ചു വീണ ആളുടെ കാലിൽ കൂടെ ബസിന്റെ പിൻചക്രം കയറിയിറങ്ങുകയായിരുന്നു. ബസിന്റെ അമിത വേഗതയും ജീവനക്കാരുടെ അശ്രദ്ധയുമാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ചേർപ്പ് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ സജ്ജമാക്കിയ ജനറേറ്ററിന്റെ പ്രവർത്തനോദ്ഘാടനം CN ജേതവൻ MP നിർവഹിച്ചു. പ്രൊഫസർ KU അരുണൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉദയപ്രകാശ്, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അബ്ദുൾ ബഷീർ, മീനാക്ഷി ജോഷി, കുര്യൻ ജോസഫ്, വാർഡ് കൌൺസിലർ സംഗീത ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യ സന്ദേശയാത്രയ്ക്ക് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. പൂവത്തൂർ സെന്ററിൽ നടന്ന സ്വീകരണ യോഗം മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി ജയരാജ് അധ്യക്ഷയായിരുന്നു. മുല്ലശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ KT സുജ, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ മേരി പ്രിൻസ്, CP വത്സല, സീമ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വരവൂർ പഞ്ചായത്ത് തലത്തിൽ ഗ്രാമതർപ്പണം 2019 എന്ന പേരിൽ പഠനോത്സവം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് C വിജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. കാർഷിക ഉപകരണങ്ങളുടെ പ്രദർശനം, പുസ്തകമേള, ഭക്ഷ്യമേള എന്നിവ നടന്നു. PK ബിജു MP വരവൂർ സ്കൂളിന് അനുവദിച്ചു നൽകിയ ബസിന്റെ താക്കോൽദാനം ചടങ്ങിൽ നടന്നു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PP സുനിത, പഞ്ചായത്ത് അംഗങ്ങളായ ഖദീജ, KK ബാബു, മോഹൻ, ഗോപകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്ലാസ്റ്റിക് കവറുകൾക്ക് ഇനി വിട.
ജൈവ വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച ക്യാരി ബാഗുകൾ വിപണിയിലെത്തിച്ച് പ്ലാസ്റ്റിക്കിനെതിരെ പടപൊരുതാനൊരുങ്ങുകയാണ് ഉല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിലെ ക്ലീൻ ആർമി. ഒറ്റനോട്ടത്തിൽ കണ്ടാൽ തനി പ്ലാസ്റ്റിക് കവറാണെന്ന് തോന്നും. എന്നാൽ തിളച്ച വെള്ളത്തിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ജൈവ ക്യാരി ബാഗാണിത്. ചോളം, കൊള്ളി തുടങ്ങിയ ധാന്യാവശിഷ്ടങ്ങളിൽ നിന്നാണ് ഈ കവർ നിർമ്മിക്കുന്നത്. ഇത് ഭക്ഷ്യയോഗ്യമാണെന്നതാണ് മറ്റൊരു കൗതുകം. കവർ അലിയിച്ച വെള്ളം കുടിച്ചാൽ ദോഷകരമല്ലെന്നാണ് നിർമ്മാണ കമ്പനിയുടെ അവകാശവാദം. പ്രകൃതിക്കും മനുഷ്യനും വന്യമൃഗങ്ങളുടെ ജീവനുമെല്ലാം ഭീഷണിയായ പ്ലാസ്റ്റിക്കിനെതിരെ പടപൊരുതുക എന്ന ലക്ഷ്യവുമായാണ് ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിലെ ക്ലീൻ ആർമി കേരളത്തിലാദ്യമായി ഇത്തരം ജൈവ ക്യാരി ബാഗുകൾ വിപണിയിലെത്തിക്കുന്നത്. ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനി നിർമ്മിച്ചു നൽകുന്ന ജൈവ ക്യാരി ബാഗുകളുടെ കേരളത്തിലെ വിതരണാവകാശം ക്ലീൻ ആർമിക്കാണ്. ക്രമേണ കേരളത്തിൽ എമ്പാടും തന്നെ ഈ കവർ പ്രചരിപ്പിക്കാനുള്ളൊരു ശ്രമത്തിലാണ് ക്ലീൻ ആർമി. അങ്ങനെ വിതരണാവകാശം നമുക്ക് ക്ലീൻ ആർമിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ പ്ലാസ്റ്റിക്കിനെതിരെയുള്ളൊരു പോരാട്ടത്തിൽ ഈ ജൈവ കവർ അല്ലെങ്കിൽ ജൈവ കൂട് തീർച്ചയായിട്ടും ഒരു വലിയ ചലനം തന്നെ സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് പൂർണ്ണമായും സ്റ്റാർച്ച് കൊണ്ട്, കപ്പയിൽ നിന്നും ചോളത്തിൽ നിന്നൊക്കെ വേർതിരിച്ചിരിക്കുന്ന സ്റ്റാർച്ച് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. തിളച്ച വെള്ളത്തിലിട്ടാൽ ഇത് അലിഞ്ഞു പോകുകയും വേണമെങ്കിൽ അത് നമുക്ക് ഭക്ഷിക്കുകയും ചെയ്യാവുന്നതാണ് എന്നാണ് ഇതിൻ്റെ കൗതുകകരമായ പ്രത്യേകത. ശരാശരി 3 രൂപ വില വരുന്ന ഈ ക്യാരി ബാഗിൽ 1 കിലോ മുതൽ 5 കിലോ വരെ ഭാരമുള്ള സാധനങ്ങൾ കൊണ്ടുപോകാം. സ്മോൾ, മീഡിയം, ബിഗ് എന്നീ 3 തരത്തിലുള്ള കവറുകളാണ് വിപണിയിൽ ഇറക്കിയിട്ടുള്ളത്. ജൈവ ക്യാരി ബാഗ് കത്തിച്ചാലും ദുർഗന്ധമില്ലെന്ന് മാത്രമല്ല ദോഷകരവുമല്ല. തുടക്കത്തിൽ ഒല്ലൂക്കര ബ്ലോക്കിന്റെ പരിധിയിലുള്ള സ്ഥലങ്ങളിലാണ് ജൈവ ക്യാരി ബാഗ് എത്തിച്ച് വിൽപ്പന നടത്തുക. പിന്നീട് കേരളത്തിൽ ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം കവറുകൾ നൽകാൻ ക്ലീൻ ആർമി പദ്ധതിയിടുന്നുണ്ട്. തിളച്ച വെള്ളത്തിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഈ ജൈവ കവർ പദ്ധതി മാതൃക മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും മാതൃകയാക്കാവുന്നതാണ്. ക്യാമറമാൻ കൃഷ്ണകുമാർ കെ മലയിലിനൊപ്പം ശ്രീകേഷ് വെള്ളാൻകര, TC വിനോസ്. ഇടവേള. അമ്മയ്ക്ക് കളർഫുൾ സാരി ഇതുടുത്താൽ കല്യാണ പെണ്ണ് തന്നെ. അതെ, ഡിസൈനർ സാരി, സെറ്റ് സാരി, ചുരിദാർ, ഫ്രോക്ക്, കുട്ടികൾക്കുള്ള റെഡിമെയ്ഡ്സ്, ഷർട്ട്, ജീൻസ് ഇതെല്ലാം ഇവിടുന്ന് സെലക്ട് ചെയ്യാനുണ്ട്. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുവാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വാർത്തകളിലേക്ക്. ദേശീയപാത മണലിയിൽ കാർ നിയന്ത്രണം വിട്ട് ബൈക്കിലും സൈക്കിളിലും ഇടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. ബൈക്ക് യാത്രക്കാരായ ദമ്പതികൾക്കും സൈക്കിൾ യാത്രക്കാരനുമാണ് പരിക്കേറ്റത്. തൈക്കാട്ടുശ്ശേരി മാങ്കുഴി ആദർശ്, ഭാര്യ ശ്രീലക്ഷ്മി, സൈക്കിൾ യാത്രക്കാരനായ പുലക്കാട്ടുകര കാവിൽ പ്രിൻസ് എന്നിവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിലെ സംയുക്ത തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് ഫാദർ ജിജോ മുരിങ്ങത്തേരി കാർമ്മികത്വം വഹിച്ചു. ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടക്കുന്ന തിരുനാൾ പ്രദക്ഷിണത്തോടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് സമാപനമാകും. ഫൊറോന വികാരി ഫാദർ ജോയ് അടമ്പുകുളം, കൈക്കാരന്മാരായ ജോൺ ലൂയിസ്, കെ റോയ് തറയിൽ, PF ഷാജു, ബാബു ജോർജ്, ജനറൽ കൺവീനർ ജോൺസൺ EV എന്നിവരാണ് ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. കൊടകര ഗ്രാമപഞ്ചായത്തിലെ വല്ലപ്പാടി പുതുകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തോട് ചേർന്നുള്ള കുളത്തിന്റെ സംരക്ഷണത്തിന് 44 ലക്ഷം രൂപ അനുവദിച്ചു. കുളം വൃത്തിയാക്കി ചുറ്റും കരിങ്കൽ കെട്ടി സംരക്ഷിക്കുന്നതിനാണ് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. പ്രദേശത്തെ പാടശേഖരങ്ങളിലേക്ക് ജലസേചന സൗകര്യമൊരുക്കുന്നതിനും കുളത്തിന്റെ നവീകരണം സഹായകരമാകും. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചേലക്കര യൂണിറ്റ് വാർഷിക സമ്മേളനം കൊളത്തൂർ ബ്ലോക്ക് പെൻഷൻ ഭവനിൽ നടന്നു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി KM ശിവരാമൻ ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് V പുഷ്പവതി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി ആന്റണി ജോസഫ്, ബ്ലോക്ക് പ്രസിഡന്റ് V ജനാർദ്ദനൻ, യൂണിറ്റ് സെക്രട്ടറി N കല്യാണിക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ചേലക്കര ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SSAയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന കരാട്ടെ പരിശീലനം സമാപിച്ചു. സെൻസായി സൈമൺ കുരിശിങ്കൽ പരിശീലനത്തിന് നേതൃത്വം നൽകി. പ്രധാന അധ്യാപിക M ബേബി, PTA പ്രസിഡന്റ് സുരേഷ്, P ഹസീന, PP ഷിഫ തുടങ്ങിയവർ സംസാരിച്ചു. കൂരിക്കുഴി 18 മുറി കുഞ്ഞുകോയ തങ്ങളുടെ ആണ്ട് നേർച്ചയും റിഫ ഇൻ റാത്തീബും നടത്തി. മൗലീദ് പാരായണത്തിന് കൂരിക്കുഴി ജുമാ മസ്ജിദ് ഖത്തീബ് അബ്ദുൾ സലാം സഖാഫി പാറൽ നേതൃത്വം നൽകി. അസരിയ ഹിഫ്ലുൽ ഖുറാൻ കോളേജിന്റെ ശിലാസ്ഥാപനം സയ്യിദ് സൈഫുദ്ദീൻ അൽ ബുഹാരി മൂവാറ്റുപുഴ നിർവഹിച്ചു. ഇമ്പിച്ചുകോയ തങ്ങൾ, ഹുസൈൻ തങ്ങൾ എന്നിവർ ആണ്ട് നേർച്ചയ്ക്ക് നേതൃത്വം നൽകി.
പാടിയോട്ടുമുറി പാറക്കുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ആഘോഷിച്ചു. ശിങ്കാരിമേളം, കാവടിയാട്ടം, തിറ, കരിന്തലക്കൂട്ടം, കരിങ്കാളി, തേര്, ഹരിജൻവേല എന്നിവ ആഘോഷത്തിന് കൊഴുപ്പേകി. കരിയന്നൂർ, കൂടക്കുഴി, പാടിയോട്ടുമുറി എന്നിവിടങ്ങളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് താലമെഴുന്നള്ളിപ്പ് നടന്നു. ഇരുമ്പപ്പെട്ടി കടങ്ങൂട് വനത്തിൽ തീപിടുത്തം. മണ്ടമ്പറമ്പ്, മലയകം പ്രദേശങ്ങളിലാണ് തീപിടുത്തമുണ്ടായത്. അക്കേഷ്യ പ്ലാന്റേഷനിലെ അടിക്കാടിനാണ് തീപിടിച്ചത്. ഏക്കർ കണക്കിന് വരുന്ന പ്രദേശങ്ങളിൽ തീ പടർന്നു പിടിച്ച് കുറ്റിച്ചെടികളും പാഴ്മരങ്ങളും കത്തിനശിച്ചു. വനപാലകരും ഫയർഫോഴ്സും തീയണയ്ക്കാൻ ശ്രമിച്ചുവെങ്കിലും തീ പൂർണ്ണമായും നിയന്ത്രണമാക്കാനായില്ല. ജനവാസ പ്രദേശങ്ങളിലേക്ക് തീ പടർന്നു കയറിയത് പരിഭ്രാന്തിക്കിടയാക്കി. കൊടുങ്ങല്ലൂർ നഗരസഭയുടെയും ജില്ലാ വോളിബോൾ അസോസിയേഷന്റെയും നേതൃത്വത്തിൽ ഇന്റർ സ്കൂൾ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ കെ ആർ ജയത്രൻ അധ്യക്ഷത വഹിച്ചു. വോളിബോൾ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് തോമസ് കാളിയങ്കര, ജോഷി ജോർജ്, അഡ്വക്കേറ്റ് സി പി രമേശൻ, കെ എസ് കൈസാബ് തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം ക്ഷേമോദയം എൽ.പി. സ്കൂളിൽ പഠനോത്സവവും പാചകപ്പുരയുടെ ഉദ്ഘാടനവും ഇ.ടി. ടൈസൺ എം.എൽ.എ. നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി.വി. സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക ടി.എൻ. മിനിമോൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൂറുൽ ഹുദ, പഞ്ചായത്ത് അംഗം പി.സി. മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം കൂരിക്കുഴി ജി.എൽ.പി. സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ഇ.ടി. ടൈസൺ എം.എൽ.എ. നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി.വി. സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് അഖില വേണി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അജി ഷാനവാസ്, മതിലകം ബി.പി.ഒ. ടി.എസ്. സജീവൻ, പ്രധാനാധ്യാപിക എം.എ. ഖദീജ ബീവി തുടങ്ങിയവർ സംസാരിച്ചു. ഇടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൽ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് എ വി സതീഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വി മനോഹരൻ, പഞ്ചായത്ത് അംഗങ്ങളായ രജിത ബാലൻ, നൌമി പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രവാസി മലയാളി വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം തൃശൂരിൽ നടന്നു. ടൗൺഹാളിൽ നടന്ന സമ്മേളനം മുൻ എം.പി. കെ പി ധനപാലൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഐസക് പ്ലാപ്പള്ളിൽ അധ്യക്ഷത വഹിച്ചു. സംവിധായകൻ ആലപ്പി അഷ്റഫ് ധനസഹായ വിതരണം നിർവഹിച്ചു. എ ആർ സലീം, അലക്സ് കോശി, ഡോക്ടർ ജോർജ് എബ്രഹാം, യു കെ വിദ്യാസാഗർ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ പോലീസ് മെഡലിന് അർഹയായ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ വനിതാ സിവിൽ പോലീസ് ഓഫീസർ പി.എൻ. ഇന്ദുവിനെ ആക്സ് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ആദരിച്ചു. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ നടന്ന ആദരിക്കൽ ചടങ്ങിൽ പോലീസ് ഹൌസ് സ്റ്റേഷൻ ഓഫീസർ പി.എസ്. സുരേഷ്, ആക്സ് പ്രസിഡന്റ് വി.വി. ഫ്രാൻസിസ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ, ഹൈദർ കോയ തുടങ്ങിയവർ പങ്കെടുത്തു. പെരുവലൂർ ശ്രീ കോട്ടുകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ നവീകരണ കലശത്തിനും പുനഃപ്രതിഷ്ഠയ്ക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പാവറട്ടിയിൽ അറിയിച്ചു. 80 ലക്ഷം രൂപ ചെലവിലാണ് ഒന്നാംഘട്ട പുനരുദ്ധാരണം പൂർത്തിയാക്കിയത്. വെള്ളിയാഴ്ച നടക്കുന്ന സാംസ്കാരിക സദസ്സ് സിനിമാ താരം മനോജ് കെ ജയൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രം ട്രസ്റ്റി കല്ലട്ടുകുഴി ചന്ദ്രശേഖരൻ നായർ, ഭാരവാഹികളായ കെ സുരേഷ് കുമാർ, സോമനാഥൻ ചാക്യാത്ത്, സാബു പിള്ളാട്ടിൽ, രാജൻ കൊണ്ടരപ്പശ്ശേരി എന്നിവർ പങ്കെടുത്തു. പുരോഗമന കലാസാഹിത്യ സംഘം പഴയന്നൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നവകേരള സാംസ്കാരിക യാത്രയുടെ ഭാഗമായി ജാതിമത വർഗീയതയ്ക്കെതിരായി പ്രകൃതി, ലിംഗനീതി, മതനിരപേക്ഷത എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി സെമിനാർ സംഘടിപ്പിച്ചു. സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം പി.എ. ബാബു സെമിനാർ ഉദ്ഘാടനം ചെയ്തു. പുരോഗമന കലാസാഹിത്യ സംഘം യൂണിറ്റ് പ്രസിഡന്റ് പി. അജീഷ് അധ്യക്ഷത വഹിച്ചു. രാജേന്ദ്രൻ, എം. പത്മകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പുതുക്കാട് മണ്ഡലത്തിൽ സർക്കാർ കോളേജ് അനുവദിക്കണമെന്ന് കോടാലിയിൽ നടന്ന എസ്.എഫ്.ഐ. കൊടകര ഏരിയ പ്രതിനിധി സമ്മേളനം ആവശ്യപ്പെട്ടു. എസ്.എഫ്.ഐ. കേന്ദ്ര കമ്മിറ്റി അംഗം എ പി അൻവീർ ഉദ്ഘാടനം ചെയ്തു. സന്ദീപ് കൊടകര, പി സി അനില, കെ കെ വിശാഖ്, ജില്ലാ സെക്രട്ടറി സി എസ് സംഗീത്, ജില്ലാ പ്രസിഡന്റ് ജാഫിർ ഇക്ബാൽ തുടങ്ങിയവർ സംസാരിച്ചു. പാവറട്ടി പഞ്ചായത്തിലെ കൗമാരപ്രായക്കാരായ കുട്ടികൾക്കായി നിയമബോധവൽക്കരണ ക്ലാസ് നടത്തി. പഞ്ചായത്തിലെ അങ്കണവാടികളുടെ നേതൃത്വത്തിൽ പാവറട്ടി മരതിയൂർ GUP സ്കൂളിൽ നടന്ന ബോധവൽക്കരണ ക്ലാസിൽ 100-ലേറെ കുട്ടികൾ പങ്കെടുത്തു. CM ജനീഷ് ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. പുഷ്പ ഷാജി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. മട്ടേക്കാട് ഷെയ്ഖ് ബർദാർ തങ്ങൾ റോഡ് തുറന്നുകൊടുത്തു. കെ.വി. അബ്ദുൽ ഖാദർ എം.എൽ.എയുടെ ആസ്തി വികസന ഫണ്ട് 45 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡും റോഡിനോട് അനുബന്ധിച്ച ഭാഗങ്ങളിലെ കാനയും നിർമ്മിച്ചത്. ഉദ്ഘാടനം കെ.വി. അബ്ദുൽ ഖാദർ എം.എൽ.എ. നിർവഹിച്ചു. വാർഡ് മെമ്പർ ഷരീഫ കുന്നുമൽ, പഞ്ചായത്ത് മെമ്പർ നിത വിഷ്ണുവാൽ തുടങ്ങിയവർ സംബന്ധിച്ചു.
വീണ്ടും പ്രധാന വാർത്തകൾ. വേലുപ്പാടം പാടശേഖരത്തിലെ നെല്ല് സംഭരിക്കാൻ സപ്ലൈകോ ഒടുവിൽ തയ്യാറായി. നടപടി TCV വാർത്തയെ തുടർന്നു. ഏറെ വിവാദങ്ങൾക്കും സുപ്രീംകോടതി വരെയുള്ള നിയമ പോരാട്ടങ്ങൾക്കുമൊടുവിൽ ഗുരുവായൂർ അർബൻ ബാങ്ക് തെരഞ്ഞെടുപ്പ് ഞായറാഴ്ച. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കനത്ത പോലീസ് ബന്ദോബസ്ത്. പുലിഭീതിയിൽ പാലപ്പള്ളി പുലിക്കണിയിൽ ജനവാസ മേഖലയിൽ പുലിയിറങ്ങി ആടിനെ കൊന്നു. PACL സ്ഥാപനത്തിന്റെ നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകണമെന്ന സുപ്രീംകോടതി ഉത്തരവ് 3 വർഷമായിട്ടും നടപ്പിലായില്ല. 3.5 കോടിയോളം നിക്ഷേപകർക്ക് കമ്പനി നൽകേണ്ടത് 50,000 കോടിയോളം രൂപ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.